ഫുട്ബോളിന്റെ വിശ്വകിരീടം ആർക്കെന്നറിയാം. ഇന്ന് രാത്രി 12:30-ക്കാണ് അർജന്റീന സ്പെയിൻ ക്ലാസിക് ഫൈനൽ. കിരീടം നിലനിർത്താനാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കളത്തിലെത്തുന്നതെങ്കിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ എത്തുന്നത്. സമഗ്ര വിശകലനവുമായി സുജിത് ചന്ദ്രനും ER രാഗേഷും ശ്യാമിലി ശശിധരനും ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. അവരിലേക്ക്. ജേഴ്സിയിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അർജന്റീന ആരാധികയാണെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും വലിയ ഫുട്ബോൾ ആവേശത്തിലും അതിൻ്റെ കൊടുമുടിയിലാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ. ഒപ്പം കേരളത്തിലുള്ളവരും. കേരളത്തിൽ ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്, മുടക്കമില്ലാതെ. അതുമാത്രവുമല്ല അവധിയുമാണ്. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കാറ്റുപോലെ വരുന്ന ഒരു വൈദ്യുതിയുടെ കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമായിരിക്കും എന്നുള്ളത് എല്ലാത്തിനും ഒറ്റ ആധാരം, ഒറ്റ കാര്യം, അത് ഫുട്ബോൾ എന്നുള്ള ഒറ്റ പന്തിന് പിറകെയാണ് ഇന്ന് കണ്ണും മനസ്സും എല്ലാവരുടെയും എന്നുള്ളതാണ്. ഈ വൈകുന്നേരം പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു ചരിത്രപരമായ ഫൈനലിൻ്റെ കിക്ക് ഓഫിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഇവിടെ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ എന്ത് സംഭവിക്കും ന്യൂജേഴ്സിയിലെ ഈ സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം മിഷിഹ വീണ്ടും ഈ തുടർ വിജയത്തോടു കൂടി കപ്പെടുത്ത് പോകുമോ, അല്ലെങ്കിൽ പൂക്കി എമ്മാൽ, നേരത്തെ സുജിത് ചന്ദ്രൻ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, പൂക്കി എമ്മാൽ ആ കപ്പ് തലയിലേറ്റി മിഷിഹയുടെ മുന്നിലൂടെ പോകുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും ഞാൻ ഇവിടെ ഇപ്പോൾ ഫ്രാൻസിൻ്റെ ജേഴ്സി ഇട്ടാണ് ഇരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഞങ്ങൾ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ മുന്നിലാണുള്ളത്. ഫൈനലിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങളൊരു സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം. ഞങ്ങൾ ലൂസേഴ്സ് ഫൈനലടക്കം തോറ്റുപോയിരിക്കാം, പക്ഷെ അങ്ങനെയാണ്. എങ്കിലും ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷയും കുറച്ച് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കളി അങ്ങോട്ട് തുടക്കം മുതലുള്ള ഒരു കളി വിശകലനം, ഈ 2 ടീമുകളുടെയും കടന്നു വന്ന വഴി ഒന്ന് കൃത്യമായി വിലയിരുത്തി പോകാമെന്നാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. അപ്പോൾ ഞാൻ അർജന്റീനയുടെയും സ്പെയിനിൻ്റെയും ഗ്രൂപ്പ് ഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കളിയിൽ എങ്ങനെയായിരുന്നു ഇവർ കടന്നു വന്ന വഴി എന്ന് നോക്കുമ്പോൾ അർജന്റീന അൾജീരിയ 3 ഗോൾ അടിച്ചിട്ടാണ് അന്ന് ജയിച്ചത്, 3-0. പിന്നെയുള്ളത് ഓസ്ട്രിയ 2-0, ജോർദാൻ 3-1, ജോർദാൻ ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചായിരുന്നു, കാബോ വെർദെ 3-2, ഈജിപ്റ്റ് 3-2, ഇംഗ്ലണ്ട് 2-1. സ്പെയിൻ വരുമ്പോൾ കാബ് വെർദയുമായിട്ടുള്ള ആദ്യ കളി സമനിലയിലായിരുന്നു. പിന്നെ സൗദി അറേബ്യ 4-0, ഉറുഗ്വായ് 1-0, ഓസ്ട്രിയ 3-0, പോർച്ചുഗൽ 1-0, ബെൽജിയം 2-1. ബെൽജിയത്തിനോട് മാത്രമാണ് സ്പെയിൻ ഗോൾ വഴങ്ങിയിട്ടുള്ളത് ഈ ഇത്രയും ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ. പിന്നെ മറ്റൊന്ന് ഫ്രാൻസ് 2-0. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമെന്ന് ഞങ്ങൾ ആരാധകർ മാത്രമല്ല ഇവിടെയുള്ള കളി വീക്ഷകർ എല്ലാവരും കൂടെ വിലയിരുത്തിയ ഫ്രാൻസിനെ 2-0 പരാജയപ്പെടുത്തിയാണ് അവർ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഞാനിപ്പോൾ വായിച്ച ഈ ലിസ്റ്റ് ഇങ്ങനെ പരിഗണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു കൂടുതൽ വലിയ കഠിനപാതകൾ കടന്നു വന്നിരിക്കുന്നത് സ്പെയിനാണ് എന്ന് നമുക്കൊരു പ്രാഥമികമായി പെരിഫറലായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഓക്കെ എന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം ഗോൾ നിലയാണെങ്കിലും അതിൻ്റെ ടീമുകളുടെ കരുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സ്പെയിൻ ഈ കഠിന പാത താണ്ടി ഫൈനലിലെത്തുമ്പോൾ ഒരു എഡ്ജ്, എപ്പോഴും ഫുട്ബോളിൻ്റെ സൗന്ദര്യമേ അത് തന്നെയാണ്, അപ്രവചനീയതയാണ് സത്യത്തിൽ. അത് നിലനിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു എഡ്ജ് നമ്മൾ സ്പെയിനിന് ഈ മുൻ കളികൾ പരിഗണിച്ച് നോക്കുമ്പോൾ, കടന്നു വന്ന വഴികൾ പരിഗണിച്ച് നോക്കുമ്പോൾ കൊടുക്കേണ്ടേ സുചന്ദ്ര? കൊടുക്കണോ? കൊടുക്കില്ല. ഞാൻ തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആഫ്റ്റർ ഓൾ എനിക്ക് ഈ സ്പെയിൻ ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ള ശ്യാമിലിയുടെ ഈ ദീർഘമായി പറഞ്ഞ വിലയിരുത്തലിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ വൈകുന്നേരത്തിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഇതിനി കിട്ടണമെങ്കിൽ 4 കൊല്ലം കഴിയണം. അതിൻ്റെ ഒരു എക്സ്റ്റസി, അതിൻ്റെ ഒരു സൗന്ദര്യം, അതിലേക്കുള്ള ആ ഒരു വൈബ്രേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ലോകത്തിൽ ഫുട്ബോളിനേക്കാൾ മികച്ച മറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനേക്കാളിൽ ആവേശം ഉണ്ടാക്കുന്ന, ഇതിനേക്കാളിൽ മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന, ഇതിനേക്കാളിൽ മനുഷ്യൻ എന്ന അവസ്ഥയിൽ പരസ്പരം വിശ്വാസം തോന്നിക്കുന്ന മറ്റൊരു സാധനവും കണ്ടുപിടിച്ചിട്ടില്ല, മറ്റൊരു വസ്തുവും ഒരു ഗെയിമും കണ്ടുപിടിച്ചിട്ടില്ല. കൽപ്പറ്റ നാരായണൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്യാമിലി പറഞ്ഞതിന് മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് ഈ ഒരു അർജന്റീനൻ ആരാധകരുടെ രക്തത്തിൽ ഇത്തരം കവിതകൾ എല്ലാ കാലത്തും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വീണ്ടും അത് തെളിയിക്കുകയാണ്. എങ്കിലും പറഞ്ഞു. അതായത് ഇതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ERനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ധർമ്മം പുലരുന്ന ഭൂതലം എന്നൊരു സ്വപ്നം എല്ലാ മനുഷ്യരുടെയും, മനുഷ്യകുലത്തിൻ്റെ സ്വപ്നം. ആ ഒരു സ്വപ്നത്തിന് ഭൂമിയിൽ കിട്ടിയ വരദാനമാണ് ഫുട്ബോൾ ഗ്രൗണ്ട് എന്നാണ് പറയുക. ഈക്വലായിട്ടൊരു പ്ലെയിൻ.
22 മനുഷ്യർ, എല്ലാവർക്കും തുല്യമായ അവസരം. അങ്ങനെ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം ആണ് നിങ്ങൾക്ക് അതിജീവിച്ച് ജയിച്ച് വരാൻ പറ്റുക. തോൽക്കുന്ന മനുഷ്യരും ജയിക്കുകയാണ് ശരിക്കും ചെയ്യുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കമ്മിറ്റി ടീം എന്നൊക്കെ പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെയും തർക്കിച്ചാണ്. ആ സൈഡിലേക്ക് ഇനി അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഒരു എഡ്ജ് ഗോൾ വഴങ്ങാതിരുന്നു, ഗോൾ വഴങ്ങുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പിശുക്ക് കാണിച്ചു, അല്ലെങ്കിൽ ഈ ലോകകപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഗോളി സ്പാനിഷ് ഗോളിയാണ്. അർജൻറ്റീന ധാരാളം ഗോൾ വഴങ്ങി. അർജൻറ്റീന ധാരാളം ഗോൾ അടിക്കുകയും ചെയ്തു. അതായത് എല്ലാ ഗെയിമുകളും അർജൻറ്റീനയുടെ ഇപ്പോൾ കാബോ വെർദെയൊക്കെ ഒരുപക്ഷെ പുതിയ ടീമായിരിക്കും, നമ്മൾ ആദ്യമായിട്ട് കേട്ട രാഷ്ട്രമായിരിക്കും. പക്ഷേ അവർ കളിക്കളത്തിൽ അർജൻറ്റീനയോട് മാത്രമല്ല എല്ലാ ടീമിനോടും നല്ല കളിയായിരുന്നു കളിച്ചത്. ഈജിപ്തിനോടും ഇംഗ്ലണ്ടിനോടും എല്ലാം ഗോൾ വഴങ്ങിയതിന് ശേഷം തിരിച്ചടിച്ചു. 75-ാം മിനിറ്റിന് ശേഷമുള്ള ഉജ്ജ്വലമായ കളികൾ നമ്മൾ ഇന്ന് പത്രത്തിൽ കണക്ക് കണ്ടു. മൊത്തത്തിലുള്ള 19 ഗോളല്ലേ അടിച്ചത്. ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയത് സ്പെയിനാണെന്ന് പറയുമ്പോൾ ഏറ്റവും ഗോൾ കൂടുതൽ അടിച്ചത് അർജൻറ്റീനയാണ്. 19 ഗോൾ ഈ കളിയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ യമാലുണ്ട്, റോഡ്രി ഉണ്ട്, ഇതുപോലെയൊക്കെയുള്ള ഗംഭീര പ്ലെയേഴ്സ് എല്ലാം അപ്പുറത്തുള്ളപ്പോൾ പോലും പിന്നെ അർജൻറ്റീനയുമായിട്ടുള്ളൊരു വ്യത്യാസം ഇവിടെ ഒരു മെസ്സി ഉണ്ട് എന്നുള്ളതാണ്. മെസ്സി മറ്റൊരു ടീമിനും ഇല്ല. ഇപ്പോൾ മെസ്സി കളിക്കുന്ന കളിയിലൊക്കെ മെസ്സിയെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഫ്രണ്ടിൽ 2-3 പേരെ മാർക്ക് ചെയ്യാനിടുന്നു, അല്ലെങ്കിൽ 2 പേരെ മിനിമം മാർക്ക് ചെയ്യാനിടുന്നു. മെസ്സി വലത് വിങ്ങിലേക്ക് ഇറങ്ങി ആ ഒരു ടീമിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ആ സമയത്ത് ഡിപ്പോളോ ഒക്കെ കൂടി പന്ത് എത്തിച്ചു കൊടുക്കുന്നു ഫ്രണ്ടിലെ എൻസോയ്ക്കും മറ്റും. എൻസോയ്ക്ക് കിൻഡലടി പോലത്തെ അടി അടിക്കുന്നു. മെസ്സിയെ കേന്ദ്രീകരിച്ച് മെസ്സിയെ കളിക്കാൻ വിട്ടിട്ട് മൊത്തത്തിൽ ആൾക്കാരെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ മെസ്സി ഗോളടിക്കും. മെസ്സിയെ മാർക്ക് ചെയ്യാൻ ശ്രമിച്ച് മെസ്സി സൈഡിലേക്ക് വിങ്ങിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുട്ടികൾ ഗോളടിക്കും. ഇനി ചില അവസരത്തിൽ ഓട്ടോമെൻഡിയൊക്കെ പോലും മുമ്പിലേക്ക് കയറി വന്ന് കളിക്കുന്നത് കണ്ടു, ഡീപ്പോൾ കയറി വന്ന് കളിക്കുന്നത് കണ്ടു. അങ്ങനെ ആ തരത്തിൽ ആ ടീമിൻ്റെ മൊത്തം ഒരു സന്തുലിതാവസ്ഥയെ, ആ ടീം ഫോർമേഷൻ്റെ ഘടനയെ ഏത് നിമിഷവും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു സൂപ്പർ ബ്രെയിൻ തലച്ചോറ് പുറത്ത് നിൽപ്പുണ്ട്. സ്കലോണി. ഒരു കാര്യം ഞാൻ വന്ന ദിവസം സ്കലോണി എന്നൊരാളും സ്പെയിനില്ല. ലാ ഫ്യുൻഡെ അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. ലാ ഫ്യുൻഡെ സ്കലോണി ആവില്ല. അതാണ് അർജന്റീന പൂർവാശ്രമം ഏറെക്കുറെ ഒരുപോലെയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിസരം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇതിൽ പറഞ്ഞ ഒരു മെസ്സി ഈ കളിക്കളത്തിൽ ഒരു ഫ്രീമാൻ ആകുന്ന ഒരു നിലയുണ്ട്. അതായത് സ്വതന്ത്രനാണ് അയാൾ. ചിലപ്പോൾ അയാൾ ഫോർവേഡ് വരുന്നു, പിന്നീട് അതല്ല ഇറങ്ങുന്നു, വിങ്ങിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ അയാളെ മാർക്ക് ചെയ്ത് കളിക്കുക എന്നൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ അതേ നിരയിലായിരിക്കും സ്പെയിനിൻ്റെ റോഡ്രി വരിക. സ്പെയിനിൻ്റെ ഫോർമേഷൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും. ഇവർ രണ്ടുപേരും മാസ്റ്റർ മൈൻഡുകളായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്, ഈ ഗെയിമിൽ പ്രവർത്തിക്കുന്നത് 2 ടീമിലെ മാസ്റ്റർ മൈൻഡുകൾ. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ ഫ്രാൻസാണ് ഏറ്റവും മികച്ച ഒരു സന്തുലിതമായ ഒരു ടീം, ശേഷിയുള്ളൊരു ടീമെന്ന് ഇത്തവണ വിലയിരുത്തപ്പെട്ടിരുന്നു. അതിൽ തന്നെ എംബാപ്പെ, ഒലീസെ, ഡംബലെ, ഈ ത്രയങ്ങളുണ്ടല്ലോ, ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഭേദിക്കാനാവാത്ത ഒന്നുമില്ല എന്ന നിലയ്ക്ക്, ഒരു പ്രതിരോധമില്ല എന്ന നിലയ്ക്ക് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അവർക്ക് ബോൾ എത്താത്ത വിധത്തിൽ അവർ ബോൾ കിട്ടാതെ അലയുന്ന ഒരു സെമി നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇതേ മെസ്സിയുടെ അതേ എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല എങ്കിൽ പോലും അതേ ബുദ്ധി കേന്ദ്രമായി അവിടെ പ്രവർത്തിക്കുന്നത് റോഡ്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് തന്ത്രമായിരിക്കും ഒരുപക്ഷെ ഇന്ന് സ്പെയിൻ പുറത്തെടുക്കാൻ പോവുക? ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങാൻ പോകും. കാരണം സ്പെയിനിന് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ട്. വന്ന വഴി നോക്കുമ്പോൾ സ്പെയിനിന് അഡ്വാൻറ്റേജ് ഇന്നത്തെ കാര്യമില്ല ഞാൻ പറയുന്നത്. വന്ന വഴി നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ടഫായിട്ടുള്ള വഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്പെയിൻ്റെയാണ്. പോർച്ചുഗലിനെയാണ് അവർ തോൽപ്പിച്ച ഒരു ടീം. അടുത്തത് അവർ ബെൽജിയത്തെയാണ് തോൽപ്പിച്ചത്. മൂന്നാമത് അവർ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. അതായത് ഈ വേൾഡ് കപ്പ് എടുക്കും എന്ന് എതിരാളികൾ പോലും പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. ആ ഫ്രാൻസിനെ ഇപ്പോൾ ശ്യാമിലി പറഞ്ഞ പോലെ തന്നെ ആ ഫ്രാൻസിനെ ചിത്രത്തിലില്ലാത്ത വിധം തോൽപ്പിക്കുകയല്ല, ചിത്രത്തിലില്ലാത്ത വിധം തോൽപ്പിച്ചു. അങ്ങനെയാണ് അവരുടെ വരവ്. അതിൽ തീർച്ചയായിട്ടും റോഡ്രി എന്ന് പറയുന്ന താരത്തിൻ്റെ പങ്ക് വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സ്പെയിൻ എങ്ങനെ കളിക്കുന്നു, ഫ്രാൻസിൻ്റെ കാഴ്ചവെച്ച അതേ കളി കാഴ്ചവെക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ദുഷ്കരമാവും എന്ന തോന്നലാണ് എനിക്കുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അർജന്റീനയെ സംബന്ധിച്ച് മാനസിക ആധിപത്യം അത് വളരെ വലുതാണ്. കാരണം ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അർജന്റീന കംബാക്കാണ് നടത്തിയിട്ടുള്ളത്. കാരണം തോൽക്കും എന്ന് പലരും, ഇപ്പോൾ ഇദ്ദേഹം പോലും വിചാരിച്ചിടത്തുനിന്നാണ് അർജന്റീന കംബാക്ക് നടത്തിയിട്ടുള്ളത്. അതിൽ തീർച്ചയായിട്ടും മെസ്സി എന്ന് പറയുന്ന താരത്തിൻ്റെ ഈ പഴകുന്തോറും
വീര്യം കൂടും എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ മെസ്സിയുടെ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ 2016 അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചാണ്. കോപ്പയിൽ ചിലിയോട് തോൽക്കുമ്പോൾ മെസ്സി കരഞ്ഞുകൊണ്ട് ഞാൻ കളിക്കളം വിടുക എന്ന് പറഞ്ഞ ആളാണ്. 2 മാസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ ട്രോഫികളൊക്കെ നേടുന്നത് 35-ാം വയസ്സിലാണ്. കാരണം 2021 ആദ്യ കോപ്പ മെസ്സി നേടുന്നത്. 2022 വേൾഡ് കപ്പ് നേടുന്നു. കഴിഞ്ഞ കോപ്പ 24-25-24 തോന്നുന്നു നേടുന്നത് ഈ ഘട്ടത്തിലാണ്. അപ്പോൾ 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 34 വയസ്സിന് ശേഷമാണ് മെസ്സി ഈ ട്രോഫികളൊക്കെ തന്നെ നേടുന്നത്. ആ ടീം എന്ന് പറയുന്നത് സത്യത്തിൽ മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. മറ്റ് പല ടീമുകൾക്കും ഇല്ലാതെ പോയത്. ഇപ്പോൾ റൊണാൾഡോയുടെ കാര്യം പറഞ്ഞു, റൊണാൾഡോയ്ക്ക് പന്ത് പോലും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്നാണ്. മെസ്സിയും മറ്റു 10 പേരും അങ്ങനെ മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു ടീമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആ ടീമിന് തീർച്ചയായിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ മെസ്സിയുടെ സന്ദേശം പോലും ആ ടീമിന് ഊർജം കൊടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതിനൊരു മറുവശം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ പല മത്സരങ്ങളിലും അർജന്റീന ജയിച്ചു. ഇപ്പൊ ഈജിപ്തിനെതിരെ കളിച്ച കളിയിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഗോളിന്റെ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സത്യത്തിൽ ഒരു തന്ത്രപരമായ പാളിച്ചയാണ് ബാക്കി ടീമുകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈജിപ്തിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. സ്വിറ്റ്സർലൻഡിന്റെ കാര്യത്തിൽ സ്വിറ്റ്സർലൻഡ് ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എംബോള പോയിട്ട് മറ്റേ അവിടെ പോയി വീഴുന്നു, റെഡ് കാർഡ് കിട്ടുന്നു, പുറത്തു പോകുന്നു. ആ കളി മൊത്തം താളം തെറ്റുന്നു. കഴിഞ്ഞ കളി ഇംഗ്ലണ്ട് ഇപ്പോൾ ഇന്നലെ ഫ്രാൻസിനെതിരെ കളിച്ച കളിയുടെ ഒരു 10% കളിച്ചാൽ മതിയെന്ന് ആലോചിക്കുന്ന ആരാധകരുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായി. അവിടെയാണ് ഈ പറഞ്ഞ പോലെ അർജന്റീനൻ കോച്ചിന്റെ ഒരു വിജയം ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ എവിടെയൊക്കെ മാറ്റം വരുത്തുമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചുള്ള ആ മാറ്റങ്ങൾ മെസ്സി അവിടെ ഗ്രൗണ്ടിൽ വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ തന്നെ അർജന്റീനൻ കോച്ച് അതിനേക്കാൾ വലിയ സ്വാധീനം ഈ ലൈനിൽ നിന്ന് സ്വാധീനിച്ചിട്ടുണ്ട്, ആ ടീമിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇംഗ്ലണ്ടിന് ഇപ്പോൾ ബുക്കായ സാക്ക കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനലിൽ കളിച്ചിട്ടില്ല. ബുക്കായ സാക്കയാണെന്നുള്ള ഹാട്രിക് അടിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ തുഹലിനുള്ള സന്ദേശമാണ്. എനിക്ക് കളി അറിയാമെന്നാണല്ലോ പറയുന്നത്. റാഷ്ഫോർഡിനെ ഇറക്കുന്നത് 85-ാം മിനിറ്റിലാണ്. അന്ന് റാഷ്ഫോർഡും ബുക്കായ സാക്കയാണ് 2 വിങ് കൂടി എന്നുള്ള കയറി ചെന്നത് ഫ്രാൻസിന്റെ. അപ്പോൾ ഈ അങ്ങനെ കുറേ മിസ്റ്റേക്ക് മറ്റ് എതിർ ടീമുകൾ സംഭവിച്ചു. അത് മുതലാക്കുന്നതിൽ അർജന്റീന വിജയിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. തീർച്ചയായും ഇന്ന് സ്പെയിൻ്റെ മിഡ്ഫീൽഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. തീർച്ചയായും ഇതിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2 ടീമിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസത്തെ പറ്റിയാണ് രാഗേഷ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട വ്യത്യാസം അർജന്റീന വ്യക്തികേന്ദ്രീകൃതമായി മെസ്സിയിൽ നിന്ന് എന്തു മാജിക് സംഭവിക്കുന്നു അതനുസരിച്ചിരിക്കും അവരുടെ ഭാവി, ആ കളിയിലെ തന്നെ അർജന്റീനയുടെ ഭാവി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മെസ്സിക്ക് പന്ത് എത്തിച്ച് നൽകുക, അല്ലെങ്കിൽ മെസ്സി മറ്റുള്ളവർക്ക് ആ പന്ത് എത്തിക്കുക. അതാണല്ലോ വ്യക്തികേന്ദ്രീകൃതമായി ആ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതേസമയം സ്പെയിൻ ഇക്കാര്യത്തിൽ ഒരു സംഘടിതമായ ഒരു രീതിയുണ്ട്. അവർക്കൊരു ടീം പ്ലേ, ഒരു ടോട്ടൽ ടീം പ്ലേ എന്ന നിലയ്ക്ക് അവരുണ്ട് എന്നുള്ള 2 വ്യത്യാസമാണ് ഇതിൻ്റെ ചുരുക്കം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ മനസ്സിലായത്. അങ്ങനെ നോക്കുമ്പോൾ അർജന്റീനയെ തളയ്ക്കാനും അർജന്റീനയെ അതിജയിക്കാനോ അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ഏത് തരത്തിലാണ് അത് സംഭവിക്കുക എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇത്രയും സംഘടിതമായി കളിക്കുന്നത്. അതായത് ഇതുവരെ അവരുടെ പ്രതിരോധത്തിൽ വലിയ പിഴവുകൾ ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ ഒറ്റ ഗോൾ മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അവരുടെ പ്രതിരോധം മാത്രം എന്ന് വെച്ചാൽ അവർ ഡിഫെൻസീവായി മാത്രം കളിക്കുന്ന ആളുകളല്ല. അവരുടെ പ്രതിരോധം ഒരു വേള ആക്രമണോത്സുകമായ ഒരു പ്രതിരോധം കൂടിയാണ് സ്പെയിനിനുള്ളത്. അപ്പോൾ ഈ വ്യക്തികേന്ദ്രീകൃത ഈ ശൈലി ഇത്തവണ എത്രമാത്രം ഫലം കാണും എന്ന് തോന്നുന്നു? അല്ല, ഇതിനൊരു ഫാൻ ബോയ്സത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ ഞാനില്ല. അത് ഗംഭീരമായിട്ടുള്ള പ്രതിരോധ നിരയും മധ്യനിരയും, കുക്കുറെ, അതേപോലെ കുക്കുറയുടെ ഒപ്പം കളിക്കുന്ന പ്ലെയറിൻ്റെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിന് അല്ല, പെഡ്രോ പോരെ. ഇതേപോലെയൊക്കെയുള്ള ആ മധ്യനിരയിൽ അതിഗംഭീരമായിട്ടാണ് ഒരു ടിപ്പിക്കൽ ടിക്കിട്ടൊക്കെയാണല്ലോ കളിക്കുന്നത്. അതായത് ക്ഷേത്രഗണിതങ്ങൾ, പന്തടക്കത്തിൻ്റെ ക്ഷേത്രഗണിതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരിങ്ങനെ പെൻഡഗണും ഹെക്സഗണും ഒക്കെ വരച്ച് ഇങ്ങനെ കയറി വരുന്ന ഒരു ടീമാണ്. അവിടെ തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്കിംഗ് നിര ഇപ്പോഴുള്ളത് അർജന്റീനയ്ക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അറ്റാക്കിംഗ് നിരയെ അവിടെ പരീക്ഷിക്കപ്പെടും. രണ്ടാമത് മെസ്സിയിൽ മാത്രം ഊന്നിയാണ് ഒരു പരിധി വരെ ആ ടീം നിലനിൽക്കുന്നത് എന്നുള്ളത് ശരി തന്നെയാണ്. അർജന്റീന നിലനിൽക്കുന്നുള്ളത് ശരി തന്നെയാണ്. വൈകാരിക അടുപ്പം. പക്ഷേ അവിടെ മാനസിക മുൻതൂക്കം, അതേസമയം ഈ ചാമ്പ്യൻ പ്ലേ തുടർച്ചയായിട്ട് പുറത്തെടുക്കുന്നതിൻ്റെ ഒരു മാനസിക മുൻതൂക്കം അർജന്റീനിയൻ ടീമിനുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കലിസ്റ്ററോ അല്ലെങ്കിൽ ഡീപോളോ ഒക്കെ മധ്യനിരയിൽ നിന്ന്
നിന്ന് പലപ്പോഴും കയറി കളിക്കാൻ വരുന്നുണ്ട്. അവർ എൻസോയ്ക്ക് കൃത്യമായിട്ട് പന്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എൻസോ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് അൽവാരസ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അൽവാരസിൻ്റെ കാലിൽ പന്ത് കിട്ടിയാൽ അൽവാരസ് സെൻട്രൽ കൂടി കയറി അടിക്കുന്നുണ്ട്. ഇടത് വിങ്ങിലോ വലത് വിങ്ങിലോ കൂടെ കയറി അടിച്ചിട്ട് അല്ലെങ്കിൽ കോർണറുകളിലൂടെ എത്തിച്ച് ക്രോസ് കൊടുത്തിട്ട് എന്നുള്ളൊരു തന്ത്രം ഏറെക്കുറെ മാറ്റി വെച്ചിട്ട് മെസ്സി സെൻട്രലിൽ പുറകിലേക്ക് ഇറങ്ങി എതിർനിരയുടെ മധ്യനിരയെ സ്ട്രെച്ച് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ശിഥിലമാക്കി അതിനകത്തു നിന്ന് എൻസോയിലേക്കോ അൽവാരസിലേക്കോ പന്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് അടുപ്പിക്കുന്ന ഒരു ടാക്ടിക്സും അർജൻറ്റീനയുടെ കയ്യിലുണ്ട്. അങ്ങനെ മെസ്സി അടിച്ചില്ലെങ്കിൽ ആരും അടിക്കില്ല എന്നുള്ളതല്ല, മെസ്സി അടിച്ചില്ലെങ്കിൽ മെസ്സിക്ക് ഗോൾ അടുപ്പിക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ നിൽക്കുന്ന ഒട്ടോമെൻഡി വരെ മധ്യനിരയിലെ സെൻട്രൽ തേർഡ് വരെയൊക്കെ എത്തുന്ന പല കളികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ബാക്കിൽ നിൽക്കുന്ന അവർക്ക് ഫ്രണ്ടിലേക്ക് കയറാനോ ഈ ഫോർമേഷനെ ആകെ ഇപ്പോൾ 4-4-2 ആണോ അല്ലെങ്കിൽ 4-3-2 ആണോ, ഇതൊക്കെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ ഈജിപ്റ്റുമായിട്ടുള്ള കളിയിലാണെങ്കിലും ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിലാണെങ്കിലും ഒക്കെ പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെസ്സിയെ മാർക്ക് ചെയ്യുമ്പോൾ മെസ്സി വിങ്ങിലേക്ക് മാറുന്ന സമയത്ത് മെസ്സിയെ മാർക്ക് ചെയ്യുന്ന കളിക്കാർക്ക് കൺഫ്യൂഷൻ ആവും. ഇനി പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കണോ അതോ മെസ്സിയെ ഫോളോ ചെയ്യണമെന്നാവും. അപ്പോൾ അവിടെ ഒരു ക്രാക്ക് വരും, അവിടെ സ്ട്രെച്ച് ആവും. അതിൻ്റെ ഇടയിൽ കൂടെ ഉഗ്രനായിട്ട് കയറി അടിക്കാൻ പറ്റുന്ന പവർഫുൾ അടിക്കാൻ ശേഷിയുള്ള എൻസോ ഉണ്ട്. അൽവരസ് വേറൊരു സൈഡിലൂടെ കയറി വരും. മെക്കലിസ്റ്റർ ഇപ്പുറത്ത് നിന്ന് ബാക്കിൽ നിന്ന് വേണമെങ്കിൽ ഫ്രണ്ടിൽ സെൻട്രൽ തേർഡിൻ്റെ അറ്റം വരെയൊക്കെ ചെല്ലും. ഇങ്ങനെ ആ കളി അവർക്ക് ആ ഫോർമേഷനെ ഏത് തരത്തിലും മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തേക്ക് പോയതും IR തന്നെ പറഞ്ഞു വെച്ചതും, സ്കലോണി പുറത്ത് നിൽപ്പുണ്ട്. സ്കലോണിയുടെ മനസ്സിൽ എനിക്കൊന്നും നമ്മളെപ്പോലുള്ള മനുഷ്യനല്ല മെസ്സി എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ. മെസ്സി ഒരു നീക്കം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത 20 സെക്കൻഡിൽ എന്തായിരിക്കും ഫോർമേഷൻ, ആ ഗ്രൗണ്ടിൽ എങ്ങനെ മാറി മറിയുന്നു എന്ന് കണക്ക് കൂട്ടി ചെയ്യാൻ ശേഷിയുള്ളൊരു മസ്തിഷ്കമുള്ള ആൾ കൂടിയാണ് എന്നാണ് പറയാറ്. സ്കലോണി അതിനപ്പുറമാണ്. 5 മിനിറ്റൊക്കെ മുമ്പ് വരെ പുള്ളി കണക്ക് കൂട്ടിക്കളയും. അവസാനത്തെ 75-ാമത്തെ മിനിറ്റിലും 80-ാമത്തെ മിനിറ്റിലും ഒക്കെ വരുത്തുന്ന സബ്സ്റ്റിറ്റ്യൂഷനുകളിൽ ഓപ്പോസിറ്റ് ടീമിന് മേലെയുള്ള ഒരു മാനസികമായിട്ടുള്ള ആധിപത്യം കൂടി ഇതിൻ്റെ ഇടയിലൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് ചാമ്പ്യൻ ടീം, ചാമ്പ്യൻ ശരീരഭാഷ, ചാമ്പ്യൻ ആറ്റിറ്റ്യൂഡ്, മൊത്തത്തിലൊരു സംഘമാണെന്നുള്ള സംഘബോധം, ഇത് ആണ് ഈ വ്യക്തിഗത മികവിനേക്കാളിൽ, മെസ്സിയുടെ പോലും വ്യക്തിഗത മികവിനേക്കാളിൽ അർജൻറ്റീനയെ ഈ ഘട്ടം വരെ എത്തിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ 2 ഫാക്ടർ, ഈ പറയുന്ന ക്യാപ്റ്റൻ മെസ്സിയും സ്കലോണിയും. ഒറ്റ കാര്യം കൂടി ഞാൻ തുടക്കത്തിലേ പറയണമെന്ന് കരുതിയ കാര്യമായിരുന്നു. അതായത് ഇന്നത്തെ പത്രത്തിലും കഴിഞ്ഞ ദിവസത്തേക്കൊക്കെ പത്രങ്ങളിലും ഒക്കെ വന്നത് യമാലിനെ മടിയിലിരുത്തി ബാത്ടബിലിരുത്തി കൊഴുപ്പിക്കുന്ന മെസ്സിയുടെ ചിത്രമാണല്ലോ. ഇന്നലെ ഈ പ്ലേയേഴ്സുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു, അതിനകത്ത് പിന്നെ ഫുട്ബോൾ പ്ലേയേഴ്സ് മാത്രമല്ല, ലെജൻഡറി പ്ലേയേഴ്സായിട്ടുള്ള കുറേ പേര് ഒരു ടെലിവിഷൻ സംഭാഷണത്തിനിടയിൽ മെസ്സിയോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ TV-യിലൊക്കെ കാണിക്കുമ്പോൾ യമാൽ മെസ്സി ഇങ്ങനെ നേർക്കുനേർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഗ്രാഫിക്സ് ഒക്കെ ആണല്ലോ വരുന്നത്. 19 വയസ്സുള്ള യമാൽ, 39 വയസ്സുള്ള മെസ്സി, ആ ചിത്രം, അതാണതിൻ്റെ ഭംഗി എന്നാണ്. ഈ ഗെയിമിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനിവേശം തോന്നുന്നത് ആ കാലം ആ കുട്ടിയെ വളർത്തി തുല്യനാക്കിക്കൊണ്ടൊരു മൈതാനത്ത് നിർത്തിക്കൊടുത്തിരിക്കുകയാണ്. ആ നിമിഷം അതിന് അതിൻ്റെ റിസൾട്ട് എന്തുമില്ല കേട്ടോ. ഞാൻ അർജൻറ്റീനയുടെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് വന്നത്. ഇനി അതിൻ്റെ റിസൾട്ട് എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ത്രില്ലുണ്ടല്ലോ, ഇന്ന് രാത്രിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും, ഈ യമാലിനെ ഈ പാളയിലിരുത്തി നമ്മൾ കുളിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്ന പോലെ ബാത്ടബിലിരുത്തി കുളിപ്പിച്ച് ആ കുട്ടി നേർക്കുനേർ വന്ന ഒരു മൈതാനത്ത് നിന്നിട്ട് മെസ്സിയോട് നേർക്കുനേർ മുട്ടുന്നു. ഈ പറയുന്ന വൈകാരികതയൊക്കെ ഒരുപക്ഷെ യമാലിന് കുറവായിരിക്കും കേട്ടോ. കാര്യം യമാല് പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ മെസ്സിയുടെ മുമ്പിൽ കൂടെ വേൾഡ് കപ്പ് തലയിൽ നടക്കുന്ന പറഞ്ഞേ. അത് വെച്ചാൽ കുട്ടി അവൻ പറയുന്നത് ജെന്നാൽഫയല്ലേ ആ തലമുറ? 19 വയസ്സിലേ ഉള്ളൂ. അങ്ങനെ ജെന്നാൽഫ തലമുറയാന്ന് തോന്നുന്നു. തീർച്ചയായും സ്പെയിനോടുള്ള വൈകാരികത ഉണ്ടാവുമല്ലോ ബാഴ്സയില്. അതെ, ഒരുപക്ഷെ സ്പെയിനിന് വേണ്ടി കളിക്കേണ്ടിയിരുന്ന താരം കൂടിയാണ് മെസ്സി. കാരണം മെസ്സി അർജന്റീനക്കാരനാന്ന് പറയുമ്പോൾ തന്നെ മെസ്സി 13 വയസ്സ് വരെയാണ് അർജന്റീനയിൽ. പിന്നീട് 21 വർഷം മെസ്സി കഴിഞ്ഞത് സ്പെയിനിലാണ്. സ്പെയിൻ മെസ്സിയെ പരമാവധി ശ്രമിച്ചുവാണല്ലോ. ഞാൻ സൂക്ഷ്മമായി കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബിന് വേണ്ടിയാണ് ആ കുട്ടി കളിക്കുന്നതെന്നാണ് മെസ്സി. അതെ, കാരണം PSG-യിലേക്ക് പോകുന്നവരെ അദ്ദേഹത്തിന്റെ നാട് എന്ന് പറയാവുന്ന രീതിയിലാണ് സ്പെയിൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം മെസ്സി എന്ന താരം രൂപപ്പെടുന്നത് ബാഴ്സ അക്കാദമിയിലാണ്. അതിനുശേഷം അർജന്റീന സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവിനും പിന്നെ അർജന്റീന ഇങ്ങനൊരു പയ്യൻ, ഒരു അർജന്റീനക്കാരൻ പയ്യൻ ബാഴ്സയിലുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ അർജന്റീന ഫെഡറേഷൻ മെസ്സി കൊണ്ടുപോകുന്നത്. അപ്പം അതെ, സ്പെയിൻ ടീം. കാരണം ഈ പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് സൂചിപ്പിച്ചോട്ടെ, ഈ പഴയ സ്പെയിനും, അതായത് 2010-ലാണല്ലോ സ്പെയിൻ ആദ്യമായിട്ട്. ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ ഒരു പവർ ഹൗസാണ്. നമ്മൾ ആദ്യം മുതൽ 78 ആദ്യം ട്രോഫി കിടന്നു പറയുമ്പോൾ പോലും സ്പെയിൻ ഈ പറഞ്ഞ റയലും ബാഴ്സയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പവർ ഹൗസ് ആവുന്നത് 2000-ന് ശേഷമാണ്. അതിൽ തന്നെ 2010-ലെ ടീമുമായി സത്യത്തിൽ
വലിയ സാമ്യമുണ്ട്. അത് ഞാനത് നേരത്തെ സൂചിച്ചന്ദ്രനോട് നേരത്തെ ന്യൂസ് ഡെസ്കിൽ ഇരുന്നപ്പോൾ അത് അതേ ആ ടീമിനെ ധ്വനിപ്പിക്കുന്നത് പോലെ ഉണ്ട് ഇപ്പോഴത്തെ ടീം എന്നുള്ളത്. അതെ, ആ ലെജൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ ഗാലറിയിൽ ഇരുന്നപ്പോൾ അന്ന് ബാഴ്സ താരങ്ങളാണ് കൂടുതൽ, ഇപ്പോഴും ബാഴ്സ താരങ്ങളാണ് കൂടുതൽ. സാവി, അതെ, ഇനിയസ്റ്റ, ഫൈനൽ ഗോൾ ഇനിയസ്റ്റ, എല്ലാവരും ഉണ്ട്. ഞാൻ പറയുകയാണ് ഇതിപ്പോ ഒരു അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിപ്രഭാവം അപ്പുറത്തൊരു മെസ്സി അധികമുണ്ട് എന്നാണല്ലോ പറയുന്നത്, മറ്റാർക്കും ഇല്ലാത്തൊരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിപ്രഭാവം തീർച്ചയായും യമാലിലും ലോകം മുഴുവൻ കൊടുക്കുന്നുണ്ട്, ലോകം ഉറ്റുനോക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ. പക്ഷെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നത് കപ്പ് തൂക്കി പോകുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഞാൻ ഗോളടിക്കുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്കൊരു വിമർശനം വരേണ്ട കാര്യമില്ല, എപ്പം അണ്ടിൽ ഈ ടീം ജയിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും അവരുടെ ഒരു സ്പിരിറ്റ് അതിൽ വ്യക്തമാണല്ലോ. കാരണം അവർ ടീം എന്ന നിലയിൽ അവർക്കുള്ള വിശ്വാസം, ആത്മവിശ്വാസം അതിൽ വ്യക്തമാകുന്നില്ലേ? ഉറപ്പായിട്ടുണ്ട്. കാരണം ഇപ്പോൾ യമാല് ഫോമാന്ന് ചോദിച്ചാൽ ഫോമാണ്, കാരണം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്ന അത്ര ഫോമാണെന്ന് ചോദിച്ചാൽ അല്ല, കാരണം അധികം പരിക്ക് മാറി വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ടോപ്പ് 5 പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഗോൾ സ്കോർമാരിൽ എന്തായാലും യമാലില്ല, പക്ഷേ ഓയർസബാലുണ്ട്. അതെ, പ്രത്യേകിച്ച് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം ഒരു മോശം റെക്കോർഡിന്റെ പേരിലൊക്കെ വാർത്തകൾ നിറഞ്ഞെങ്കിൽ പിന്നീട് അങ്ങനെയല്ല അദ്ദേഹത്തെ കണ്ടത്, അദ്ദേഹം ഗംഭീരമായി കളിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീം ഗെയിം എന്ന നിലയ്ക്ക്, അതാ ഞാൻ പറഞ്ഞത്, 2010 ടീമുമായിട്ട് വലിയ സാമ്യമുണ്ട്. മാത്രമല്ല ഒരു ടീം എന്ന നിലയ്ക്ക് സ്പെയിൻ സെറ്റായ ടീമാണ് ഇത്തവണത്തേത്. കാരണം അതിനുശേഷം ഇപ്പോൾ 2010 ശേഷം 2012 യൂറോ അവർ ജയിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള വേൾഡ് കപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സ്പെയിൻ അത്രമേൽ പെർഫോം ചെയ്തിട്ടില്ല. ആ പറഞ്ഞ ഇനിയസ്റ്റോ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ തന്നെ റഷ്യൻ വേൾഡ് കപ്പ് കളിച്ചതാണ്, പക്ഷേ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സ്പെയിൻ ഒരു ടീം എന്ന നിലയ്ക്ക് ഇപ്പോൾ അവർ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫ്രാൻസിനെതിരെയാണ്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രാൻസ് ഗംഭീരമായിട്ട് ജയിക്കും എന്ന് കരുതിയൊരു മത്സരമാണ്. അതിനകത്താണ് ഈ പറയുന്ന എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ ഇവരുടെ മൂവ്മെന്റ് മൊത്തം ഒലീസയിലൂടെയാണല്ലോ വരുന്നത്. ഒലീസയാണ് നേരത്തെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിട്ടുള്ള താരം. ഒലീസയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒലീസയൊക്കെ മാർക്ക് ചെയ്യപ്പെടുമായിരുന്നു, ഡെംബലേക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രകടനം സ്പെയിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ തീർച്ചയായും ഒരു ഗംഭീര ഫൈനലായിരിക്കും. ഞാൻ ആര് ജയിക്കും പറയാൻ നമ്മൾ ആളല്ല, കാരണം നമ്മുടെ പ്രവചനമൊക്കെ തെറ്റാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവചനമൊക്കെ തെറ്റാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്, നമ്മൾ പഴയ കളിക്കാർ അല്ലേ ടീമിന്റെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പ്രവചനത്തിന് എന്തായാലും ഇല്ല. ശരി, മണിക്കൂറാണ്. ഞാൻ പ്രവചനത്തിന് മുതിരട്ടെ, ഒരു 2-3 മെസ്സിയുടെ ഒരു അസിസ്റ്റ് ഉണ്ടാവും. മെസ്സി ചിലപ്പോൾ ഗോൾ അടിക്കും, ബാക്കിയുള്ള യങ് ബാറ്ററീസ് ഗോളടിക്കും. 2-3 ജയിക്കും അർജന്റീന. ആഗ്രഹത്തിൽ കലർന്ന കുതിർത്ത ഒരു പ്രവചനം ഞാൻ അങ്ങോട്ടേക്കാണ്. ഞാൻ എന്തായാലും അത്തരം ഒരു പ്രവചനത്തിന് എന്താ അറിയോ, ചിലപ്പോൾ നമ്മൾ വൈകാരികമായിട്ട്, ഞാൻ ഒരു സ്ഥിരമായി ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളല്ലെങ്കിലും വർഷങ്ങളായിട്ട് അർജന്റീനയെ ഫോളോ ചെയ്യുന്ന ആളാണ്. നമ്മൾ വൈകാരികമായ ശരികളാണ് ഏറ്റവും വലിയ ശരികൾ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെ, ഞാനീ പറഞ്ഞത് ഇങ്ങനെ മറഡോണ ഈ എമിൽ കസ്തൂരിക്കയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടല്ലോ, വളരെ പ്രശസ്തമായിട്ടുള്ള, പിന്നെ അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതിൽ ഫുട്ബോളിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. അതിൽ ഈ പന്തിൽ ഇന്ദ്രജാലം കാട്ടുന്ന ഏറ്റവും ചെറുപ്പത്തിൽ 15-ാമത്തെ വയസ്സിൽ മറഡോണ പറയുന്നുണ്ട്, എനിക്ക് 12-ാമത്തെ വയസ്സിൽ എനിക്ക് വളർന്നു വലുതായി ദേശീയ ടീമിന് വേണ്ടി കളിക്കണം, ലോകകപ്പ് നേടണമെന്ന്. അങ്ങനെ അദ്ദേഹം ആ 2 സ്വപ്നവും സാക്ഷാത്കരിക്കുന്നതിനെ കുറിച്ചാണ്. പിന്നീട് ഒരിക്കലും മറഡോണ ആ പഴയ ആഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈകാരികമായിട്ടുള്ള ശരികളാണ് ഏറ്റവും വലിയ ശരികൾ. അതിൽ ഈ ദൈവത്തിൻ്റെ കൈകോളും ഒക്കെയും അതിൽ പെടുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നുന്നത് നമുക്ക് വൈകാരികമായിട്ടൊരു പ്രവചനം അങ്ങ് പറയുകയാണ്. അതിന് ഈ യുക്തിഭദ്രമായിട്ടുള്ള റോഡ് മാപ്പ് വെക്കാൻ എനിക്കില്ല. എങ്കിൽ പോലും ഈ പ്രത്യേകിച്ചും മെസ്സി ഫാക്ടർ അവിടെ ഉള്ളിടത്തോളം കാലം ഈ കളിയുടെ ഏറിയ പങ്ക് സമയം മൈതാനത്ത് അലസനെന്നല്ല, വളരെ ശ്രദ്ധാപൂർവ്വം നടക്കുന്ന ഇന്നത്തെ ഒരു ഇത് കണ്ടു. 35 കിലോമീറ്ററാണ് എല്ലാ കളിയിലും കൂടി മെസ്സി ആകെ മൈതാനത്ത് സഞ്ചരിച്ചത്. അതിൽ ഏതാണ്ട് 3-2 സമയവും മെസ്സി 7 km/h വേഗതയിലായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നടക്കാനുള്ള മൂവ്മെൻറ്റേ അദ്ദേഹത്തിനുള്ളൂ. ബാക്കി സമയം മൊത്തം അദ്ദേഹം ഇങ്ങനെ സ്കാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒഡീസിയൊക്കെ ഇറങ്ങിയ സമയമാണല്ലോ സിനിമ, നോളൻ്റെ. ആ സമയത്ത് എനിക്ക് മറ്റേ പ്രൊക്രൂസ്റ്റസ് കവിതയിലെ 2 വരിയും കൂടെ ഓർമ്മ വരുന്നുണ്ട്. നിൽക്കുക രാജകുമാര നിൽക്കുക, എന്താ, കുതിച്ചു പായും കുതിരയെ വഴിയിൽ കുറച്ച് വൈകാരികമായിട്ടാണ് ഇങ്ങനെ കണ്ണോടിക്കുകയാണ്. എന്താ, അച്ഛൻ നൽകിയ കഞ്ചുകവും അച്ഛൻ നൽകിയ പടവാളും ഒക്കെ കയ്യിലുണ്ട്. ഏതൻസിന്റെ പുരാതന രാജകിരീടം തലയിലുണ്ട്. ഏതൻസ് അല്ല, ലോകകപ്പെന്ന് കൂട്ടിയാൽ മതി.
മെസ്സി ഒരു പൊളി പൊളിക്കും എന്നൊരു അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പെയിൻ്റെ വന്ന വഴി അത് അങ്ങനെയല്ല. അത് ജർമ്മനി തോപ്പിച്ച ടീമുകളാണ് ആ 2 ടീമുകൾ. ജർമ്മനിയെ തോപ്പിച്ച് സ്പെയിൻ വന്നു. അതായത് അന്ന് പോർച്ചുഗലിനെ ഇംഗ്ലണ്ടിനെയും തോപ്പിച്ചത് അർജന്റീനയും തോൽപ്പിച്ചത് ജർമ്മനിയായിരുന്നു. 2010 കപ്പടിച്ചത് ജർമ്മനിയെ തോപ്പിച്ചാണ്. ഇവരെയൊക്കെ തോപ്പിച്ച് വലിയ മാർജിനെ തോപ്പിച്ച് വന്നു. ആ ജർമ്മനിയെ സ്പെയിൻ തോപ്പിച്ചു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖത്തർ കഴിഞ്ഞ് കപ്പടിച്ച അതേ ടീമാണ് ഈ കളിക്കുന്നത്. ഒന്നൊരു ഏഞ്ചൽ ഡിമരിയോ മറ്റോ മാറിയിട്ടുള്ളൂ. ഡിബാലെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും മികച്ച ഒരു ഫൈനൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. അത് ആ ടീമിൻ്റെ ഗുണമാണ്. പിന്നെ മറ്റൊന്ന് മെസ്സി മാജിക് ഇത്തവണ ഈ ഫൈനലിലും സംഭവിക്കുമോ എന്നുള്ളതും ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് സ്പെയിനിൽ അതൊരു യമാലിലാണ് ആ പ്രതീക്ഷകളുള്ളത്. യമാൽ മാത്രമല്ല, ആ ടീം ഒന്നാകെയും വളരെ കരുത്തരാണ്, ശക്തരാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഒരു ഏകപക്ഷീയമായ ഫൈനലായിരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായും ഏകപക്ഷീയമായ ഫൈനലായിരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏറ്റവും മികച്ച ഒരു ഫൈനൽ തന്നെ, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനിയുള്ള ഓരോ നിമിഷവും, ഓരോ മണിക്കൂർ. വാമോസ് പറ ഫാമിലി, വാമോസ്. La Roja, vamos.